Good morning children, welcome to my channel. Today we are going to discuss about chapter 2 polynomials. Polynomials algebraയിൽ വരുന്ന ഒരു ചാപ്റ്ററാണ് and this lesson is very important. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് പോളിനോമിയൽ എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഇയർ ഇൻ ക്ലാസ് 8 you have studied about algebraic expressions. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. പക്ഷേ there is some speciality in polynomials. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ആൻ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദ ഫോം an x raised to n plus an minus 1 x raised to n minus 1 plus dash dash a1x plus a0. അപ്പോൾ ഈ ഒരു ഫോമിൽ വരുന്ന എക്സ്പ്രഷൻസ് where a0, a1, an are real numbers. അപ്പോൾ ആക്ച്വലി ഈ an മൈനസ് 1 എല്ലാം കോയിഫിഷ്യൻസ് ആയിട്ടാണ് വരുന്നത്. ആ വേരിയബിളിൻ്റെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾ എക്സ് ആണ്. നമുക്ക് വേർ എക്സ് ഈസ് എ വേരിയബിൾ ആൻഡ് എൻ ഈസ് പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ ഈ പവേഴ്സായിട്ട് വരുന്നതെല്ലാം പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ എന്തൊക്കെ സ്പെഷ്യാലിറ്റിയാണ്? വേരിയബിള്, കോയിഫിഷ്യൻ്റ്, പവർ. ഈ കോയിഫിഷ്യൻസ് എല്ലാം എന്ത് റിയൽ നമ്പേഴ്സ് വേണമെങ്കിലും ആകാം. വേരിയബിൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വേരിയബിൾ നമുക്കവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ എക്സ് മാത്രമല്ല, നമുക്ക് വൈയോ ഇസഡോ എ ടു ഇസഡിൽ ഏത് സ്മോൾ ലെറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ നോർമലി അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്, വൈ, ഇസഡ് ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഈ വേരിയബിൾ പിന്നെ വരുന്നത് പവേഴ്സാണ്. ഓരോ വേരിയബിളിനെയും പവറായിട്ട് വരുന്നത്. ഈ പവേഴ്സ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. അപ്പോൾ ഈ 3 ക്രൈറ്റീരിയ ഒന്നിച്ച് വരുമ്പോഴാണ് യു കോൾ ഇറ്റ് ആസ് എ പോളിനോമിയൽ. അപ്പോൾ ഒന്നുകൂടെ ആ ഡെഫിനേഷൻ നോക്കുക. ഈ ഒരു സ്ട്രക്ചറിൽ വരുന്നതാണ് പോളിനോമിയൽ. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ദിസ് ഈസ് എ പോളിനോമിയൽ ഇൻ പി ഓഫ് എക്സ്. കാരണം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾ എക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് നോക്കുക, ഹൗ മെനി ടേംസ് ആർ ദെയർ ഇൻ ദിസ് പോളിനോമിയൽ? There are 4 terms, 1, 2, 3, 4 terms. And the coefficients are -2, 3, -5 and this is a constant term 1. അപ്പോൾ ഇവിടെ വേരിയബിൾ ഇല്ല. അപ്പോൾ ഇതിനെ കോയിഫിഷ്യൻ്റ് എന്ന് വിളിക്കണമെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ ടേം എന്ന് വിളിക്കണമെങ്കിൽ വിളിക്കുക. ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ടേം, ഇറ്റ് ഹാസ് നോ വേരിയബിൾ. ആൻഡ് ദിസ് ഈസ് എ പോളിനോമിയൽ ഇൻ വൈ. വൈ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾ. അപ്പോൾ ഇവിടുത്തെ ഹൗ മെനി ടേംസ് ആർ ദെയർ? 1, 2, 3, 4, 5 terms. And the coefficients are 7, -3, 2, -√2. Of course, it is an irrational number, but it can be used. And 10. Okay. And variables powers are 4, 3, 2, 1. Okay. അപ്പോൾ ഇതാണ് പോളിനോമിയൽസ്. പോളിനോമിയൽസിന് നെയിം കൊടുക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾ വേണം ഈ പി ഓഫ് കഴിഞ്ഞ് ബ്രാക്കറ്റിൽ എഴുതാൻ. I hope you understood what is a polynomial. Next is standard form of a polynomial. So what is the meaning of standard form? ഇപ്പോൾ ഇവിടെ നോക്കൂ, this is a polynomial. നമുക്കിത് ഒന്നും പറയാനില്ല, this is a polynomial. പക്ഷേ this is not a standard polynomial. അപ്പോൾ സ്റ്റാൻഡേർഡ് പോളിനോമിയലായിട്ട് ഇതിനെ എഴുതണമെങ്കിൽ either you should write it in the descending order of powers. Descending എന്ന് പറഞ്ഞാൽ എന്താ? Decreasing order of the power. അല്ലെങ്കിൽ ascending order of the power, increasing order of the power. പവറിൻ്റെ ഡിസെൻഡിങ് ഓർ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോഴാണ് ഒരു പോളിനോമിയൽ സ്റ്റാൻഡേർഡ് ഫോമിലാകുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ ഡിസെൻഡിങ് ഓർഡറിലൊന്ന് എഴുതാം. അപ്പോൾ ആദ്യത്തെ ഹയസ്റ്റ് പവർ -7. അപ്പോൾ ഈ -7 അതുപോലെ എഴുതണം. -7 x raised to 4 പ്ലസ് അടുത്തത് നെക്സ്റ്റ് ഇതിൻ്റെ തൊട്ട് താഴെയുള്ളത് 3x³ ദെൻ 5x² -2. ഇപ്പോൾ ഇവിടെ നോക്കൂ, 4, 3, 2 then constant. So now this is in the standard form. ഇത് or you can write it as തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ എഴുതാം. -2 പ്ലസ് 5x² പ്ലസ് 3x³ -7x raised to 4. ഇത് രണ്ടും സ്റ്റാൻഡേർഡ് ഫോമാണ്. ബട്ട് ജനറലി വി റൈറ്റ് ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദ പവേഴ്സ് ആണ്. ഓക്കെ. What is meant by the degree of a polynomial? ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇവിടെ നോക്കൂ, ഓരോ പവറിന് ഓരോ ടേമിന് ഓരോ പവറാണ്. ഇപ്പോൾ ഹിയർ ദ പവർ ഇസ് 3, ഹിയർ 5, ഹിയർ 10 ആൻഡ് ഹിയർ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ടേം. ഓക്കെ. അപ്പോൾ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് പവർ ഏതാണ്? 10.
the highest power of all the variables is called degree of the polynomial. അങ്ങനെയാണെങ്കിൽ what is the degree of this polynomial? ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി 10 ആണ്. The degree of this polynomial is 10. മനസ്സിലായോ? The highest power of all the variables is called degree of the polynomial. അപ്പോൾ നെക്സ്റ്റ് ഈസ് കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ. അതൊരു സ്പെഷ്യൽ കേസാണ്. കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ആ പോളിനോമിയൽ ഒരു കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ വേരിയബിൾ ഇല്ല, വെറുതെ ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ മാത്രം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഒരു വേരിയബിൾ കൊടുത്തിട്ട് നമുക്ക് പറയാം പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 10. ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എക്സ് എന്ന് പിന്നെ എന്തിനാണ് കൊടുത്തത്? അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ഈ 10ൻ്റെ കൂടെ എക്സ് ഉണ്ടായിരുന്നെങ്കിൽ വാട്ട് വുഡ് ഹാവ് ബീൻ ദ പവർ ഓഫ് ദാറ്റ് വേരിയബിൾ? നമ്മൾ 0 അല്ലാതെ വേറൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം യു ഹാവ് ഓൾറെഡി ലേൺഡ് ദാറ്റ് a raised to 0 is equal to 1. ലോസ് ഓഫ് എക്സ്പോണൻസിൽ നമ്മൾ പഠിക്കുന്നതാണ് a raised to 0 is equal to 1. അപ്പോൾ a എന്ന് പറയുന്നത് ഒരു നമ്പറോ വേരിയബിളോ എന്ത് തന്നെയായാലും അതിൻ്റെ പവർ 0 ആണെങ്കിൽ ദ ഹോൾ വാല്യൂ വിൽ ബി ഈക്വൽ ടു 1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ x raised to 0 will act as 1. That means 10 into 1 will become 10 itself. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ 10 ആയിട്ട് തന്നെ അവിടെ കിടന്നോളും. അപ്പോൾ ഇവിടെ ഡിഗ്രി ആയിട്ട് വരുന്നത് 0 ആണ്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 10 എന്ന് നിങ്ങൾക്ക് പറയാം. ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ. ഇനി വേറൊരു പോളിനോമിയൽ പി ഓഫ് വൈ ഇസ് ഈക്വൽ ടു √2. ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ. ദെൻ പി ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1/3. ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ. പക്ഷേ ഇവിടെ ഒന്നും വേരിയബിൾ ഇല്ല. അപ്പോൾ വേരിയബിൾ ഇല്ലാതെ ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ മാത്രം പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ. അപ്പോൾ എന്തായിരിക്കും ഒരു കോൺസ്റ്റൻറ്റ് പോളിനോമിയലിൻ്റെ ഡിഗ്രി? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു വേരിയബിൾ ചേർത്താൽ അതിൻ്റെ പവർ 0 കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ എല്ലാം ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പവർ 0 പറ്റത്തുള്ളൂ. സോ ദ ഡിഗ്രി ഓഫ് എ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ഈസ് 0. ദ ഡിഗ്രി ഓഫ് എ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ഈസ് 0. ഓക്കെ, നെക്സ്റ്റ് ഈസ് സീറോ പോളിനോമിയൽ. അപ്പോൾ നമ്മൾ പോളിനോമിയൽസിൻ്റെ ഫാമിലിയിൽ എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് സീറോ പോളിനോമിയൽ. സോ എന്താണ് സീറോ പോളിനോമിയൽ? അപ്പോൾ ഒരു പോളിനോമിയലിൽ 0 മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സീറോ പോളിനോമിയൽ. ദാറ്റ് ഈസ് അല്ലെങ്കിൽ സിംപ്ലി യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ റിയൽ നമ്പർ 0 ഈസ് കോൾഡ് സീറോ പോളിനോമിയൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സീറോ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? അപ്പോൾ ഞാനൊന്ന് പറയട്ടെ. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ ഈ വേരിയബിളിന് സപ്പോസ് ഇഫ് ഐ ഗിവ് ദ പവർ 5 എന്ന് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം 0 ഇൻറ്റു എക്സ് റൈസ് ടു 5 ദ ആൻസർ ഈസ് 0 ഇറ്റ്സെൽഫ്. 0യുടെ വാല്യൂ മാറുന്നില്ല. അപ്പോൾ ഞാൻ ഈ 5 കൊടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ക്യാൻ ഐ സേ ദ ഡിഗ്രി ആസ് 5? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചിന്തിക്കണം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എക്സ് റൈസ് ടു 7. അതിൻ്റെയും ആൻസർ 0 തന്നെയാണ്. അപ്പോൾ നമുക്ക് 7 എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു വലിയ കൺഫ്യൂഷൻ വരികയാണ്. ഈ 0യുടെ കൂടെ ഏത് വേരിയബിളും വിത്ത് എനി പവർ യു ക്യാൻ ഗിവ്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ നമ്പർ ഇതിൻ്റെ ഡിഗ്രി ആയിട്ട് പറയാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് എ സീറോ പോളിനോമിയൽ? ഒരു സീറോ പോളിനോമിയലിൻ്റെ ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ്. ഇതുവരെ അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. കാരണം എന്താ? ഈ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. കാരണം സീറോ പോളിനോമിയലിന് ഏത് വേരിയബിൾ വിത്ത് പവർ കൊടുത്താലും അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പർട്ടിക്കുലർ നമ്പർ നമുക്കതിൻ്റെ ഡിഗ്രി ആയിട്ട് പറയാൻ പറ്റില്ല. സോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു സീറോ പോളിനോമിയൽ ഹാസ് നോ ഡിഗ്രി, അല്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് യെറ്റ് ഡിഫൈൻഡ്. ഓക്കെ, ബട്ട് കോൺസ്റ്റൻറ്റ് പോളിനോമിയലിന് ഷുവറായിട്ടും അതിൻ്റെ ഡിഗ്രി 0 ആണ്. ബട്ട് സീറോ പോളിനോമിയൽ ഹാസ് നോ ഡിഗ്രി അല്ലെങ്കിൽ നോട്ട് യെറ്റ് ഡിഫൈൻഡ്. ഓക്കെ, പോളിനോമിയൽസിൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ടോപ്പിക്സ്, that is value of the polynomial, zero of a polynomial, classification of polynomials, ഇതൊക്കെ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. Thank you for watching my channel. See you. Bye.